ഒരിക്കൽ മേഘങ്ങൾക്ക് വളരെ മുകളിലുള്ള സ്വർഗത്തിൽ 2 ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അതിസുന്ദരിയും നിലാവ് പൊഴിക്കുന്നവളുമായ ചന്ദ്രദേവി ലൂണയും ധീരനായ സൂര്യദേവനായ ലിയോയും. അവർ വളരെ സ്നേഹത്തിലായിരുന്നു. അതുകൊണ്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. സൂര്യൻ ഉദിക്കുകയോ ചന്ദ്രൻ പ്രകാശിക്കുകയോ ചെയ്യുന്നതിൽ അവർ തിരക്കിലല്ലാത്തപ്പോൾ അവർ മാന്ത്രിക രാജ്യത്തേക്ക് പോകും. അവിടെ ലൂണയ്ക്ക് മനോഹരിയായ ഒരു യൂണിക്കോൺ ആയും ലിയോയ്ക്ക് സ്വർണ്ണനിറമുള്ള ശക്തമായ ഒരു സിംഹവുമായി രൂപം മാറാൻ കഴിയും. ആ രൂപത്തിൽ മറ്റു ജീവികളോടൊപ്പം കളിക്കാനും ഉല്ലസിക്കുവാനും അവർക്ക് വളരെ താൽപര്യമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവർ കാട്ടിൽ വളരെയധികം സമയം ചെലവഴിച്ചതിനാൽ അവർ അവരുടെ കടമകളെക്കുറിച്ച് മറന്നു. സൂര്യൻ അസ്തമിക്കാൻ മറന്നു. ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുമില്ല. ആകാശവും മേഘങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം അതുമൂലം ആശയക്കുഴപ്പത്തിലായി. പെട്ടെന്ന് ആകാശത്തു ഇടിമുഴക്കമുണ്ടായി. അവരെ ആകാശത്തിലെ പുരാതന ആത്മാക്കൾ നിങ്ങൾ ഈ രൂപത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അവരെ ശപിച്ചു. സമയം പോയതറിഞ്ഞ ലൂണ തന്റെ രൂപത്തിലേക്ക് മാറാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ലിയോ, എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് ലൂണയായി മാറാൻ വയ്യ. ഞാൻ ഈ യൂണിക്കോൺ രൂപത്തിൽ കുടുങ്ങിപ്പോയി. ലിയോ തന്റെ കാൽവിരലുകളെ നോക്കി തന്റെ താടിയെല്ല് കുലുക്കി. എനിക്കും സിംഹരൂപത്തിൽ നിന്നു മാറാൻ സാധിക്കുന്നില്ല. എന്താണ് തെറ്റ് ചെയ്തത്? ലിയോ ഉറക്കെ ചോദിച്ചു. ആകാശത്ത് നിന്ന് ഒരു വലിയ ശബ്ദം മുഴങ്ങി. നിങ്ങൾ നിങ്ങളുടെ കടമകൾ അവഗണിച്ചു. ഇതിനായി നിങ്ങളുടെ സ്നേഹവും ഉത്തരവാദിത്വവും തെളിയിക്കുന്നതുവരെ നിങ്ങളുടെ മൃഗരൂപങ്ങളിൽ തുടരാൻ നിങ്ങൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. പാവം ലൂണ. അവൾ തകർന്ന ഹൃദയത്തോടെ ചോദിച്ചു. എന്നാൽ ഈ ശാപത്തെ എങ്ങനെ മറികടക്കാം? ശബ്ദം പറഞ്ഞു, ഭൂമിയിൽ പോയി മാന്ത്രിക വനം കണ്ടെത്തണം. അവിടെ വജ്രവൃക്ഷത്തെ അന്വേഷിക്കുക. ആ തിളങ്ങുന്ന വൃക്ഷത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ ആവൂ. ഇത് കേട്ടതും ലിയോ നിശ്ചയദാർഢ്യത്തോടെ ലൂണയെ നോക്കി, വിഷമിക്കേണ്ട ലൂണ, നമുക്ക് ഒരുമിച്ച് നിന്നു അത് ചെയ്യാൻ കഴിയും. അങ്ങനെ അവരുടെ സാഹസികയാത്ര ആരംഭിച്ചു. വഴിയിലുടനീളം പല പ്രശ്നങ്ങളെയും മറികടന്നു അവർ മേഘങ്ങൾക്ക് മുകളിലൂടെ യാത്രയായി. രാത്രിയിൽ ലൂണയുടെ പ്രകാശത്തിലും പകൽ ലിയോയുടെ തിളക്കത്തിലും അവർ ഒരുപാട് ദൂരം പിന്നിട്ടു. ഒരു സായാഹ്നത്തിൽ ലൂണ ലിയോയോട് ചോദിച്ചു, എനിക്ക് ഭയമാണ് ലിയോ. നമുക്ക് ഒരിക്കലും നമ്മുടെ പഴയ രൂപത്തിൽ മാറാൻ സാധിക്കില്ലേ? ലിയോ അവളെ ആശ്വസിപ്പിച്ചു. ലൂണ, നീ വിഷമിക്കണ്ട, നമുക്കത് സാധിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്ക് മുന്നോട്ട് പോയേ മതിയാകൂ. ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം അവർ ഒടുവിൽ ഒരു വലിയ വാതിലിനപ്പുറം അവർ മാന്ത്രികവനം കണ്ടെത്തി. അവിടെ തിളങ്ങുന്ന വെളിച്ചത്തിൽ വജ്രമരം ഉയർന്നു നിന്നിരുന്നു. ലൂണ മന്ത്രിച്ചു, ലിയോ, ദാ വജ്രമരം ഇവിടെയുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാം ശരിയാക്കാം. ആ വജ്രവൃക്ഷത്തിന് അടുത്തു ചെന്നു അവർ നിന്നു. ലൂണയും ലിയോയും കണ്ണടച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തിയും പഴയ രൂപവും തിരികെ ലഭിക്കണം. പെട്ടെന്ന് മരം വെട്ടിത്തിളങ്ങി. പൂഫ്! അതാ അവർ രണ്ടും പഴയ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല അവർ രണ്ടും പഴയതിലും ശക്തരും ആയിരിക്കുന്നു. ലിയോയോട് ചേർന്നു നിന്നു ലൂണ പുഞ്ചിരിച്ചു. ലിയോ, നമ്മൾ തിരിച്ചെത്തിയെന്ന് മാത്രമല്ല, മുമ്പത്തേതിനേക്കാൾ മികച്ചവരാണ്. ലിയോ തലയാട്ടി പറഞ്ഞു. ലൂണ, നമ്മൾ ഒരു പാഠം പഠിച്ചു. ഇനി മുതൽ ആദ്യം ജോലികൾ ചെയ്യും, അത് കഴിഞ്ഞ് വിശ്രമ സമയങ്ങളിൽ ഉല്ലസിക്കും. അങ്ങനെ തങ്ങളുടെ സ്നേഹവും പുതിയതായി കണ്ടെത്തിയ ശക്തികളും കൊണ്ട് ലോകത്തെ സംരക്ഷിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കാനും ചന്ദ്രനെ ശരിയായ സമയത്ത് പ്രകാശിപ്പിക്കാനും തയ്യാറായിക്കൊണ്ട് ലൂണയും ലിയോയും ആകാശരാജ്യത്തിലേക്ക് മടങ്ങി.